ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിലവിൽ UFC 300 ഏറ്റവും മികച്ച ഫൈറ്റ്, ഏറ്റവും എക്സൈറ്റിംഗ് ഫൈറ്റ് ഏതാണെന്ന് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ മെയിൻ ഇവൻറ്റ് തന്നെയായിട്ടുള്ള അലക്സ് പെഹേര ആൻഡ് ജമഹൽ ഹിൽ ആണ്. കാരണം അത് ഭയങ്കരമായിട്ട് സൈക്കോളജിക്കൽ ആയി കഴിഞ്ഞു. കാരണം എന്തെന്നാൽ അതിനെ സൈക്കോളജിക്കലാക്കിയത് ജമഹൽ ഹിൽ ആണ്. ജമഹൽ അലക്സ് പെഹേരനെ പരിചയപ്പെടുന്നതിന്, അതായത് ഈ വെയിൻസിനൊക്കെ മുമ്പാണ് പരിചയപ്പെടുന്ന രീതിയിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് സൈനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അടുത്ത ദിവസം പ്രസ് കോൺഫറൻസിൽ നേരെ ജമഹൽ മലക്കം പറഞ്ഞു. ഭയങ്കര ഇൻസൾട്ടിങ് ആയിരുന്നു. അലക്സിൻ്റെ മറ്റേ പ്രതിമയൊക്കെ കൊണ്ടുവന്നിട്ട് ചങ്ങലയിലേക്ക് കെട്ടി, അതായത് അടിമയാണെന്നുള്ള രീതിയിൽ നേരെ മലക്കം പറഞ്ഞു. അതായത് തലേ ദിവസം ഭയങ്കര റെസ്പെക്റ്റാണെന്ന് കാണിച്ചിട്ട് ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചിട്ട് അടുത്ത ദിവസം പൂരത്തെറി, ഇൻസൾട്ട്, ഭയങ്കര ഇൻസൾട്ട്. അലക്സിൻ്റെ മുഖം കണ്ടറിയാം, അലക്സ് പിരിവെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അത് ഫേസ് ഓഫിൽ, ഫൈനൽ ഫേസ് ഓഫിലും അത് കാണാനുണ്ടായിരുന്നു. ഇതാണ് മക്കളെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഫൈറ്റ് ആകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ, അതിന് മുമ്പ് പറഞ്ഞ പോലെ അലക്സ് മുന്നോട്ട് കയറി വരും, പഞ്ചസിലൂടെ നോക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ജമഹലിൻ്റെ ഗെയിം നല്ലതാണ്, സൈക്കോളജിക്കൽ ഗെയിം നല്ലതാണ്. അതായത് അലക്സിന് ഈ ഒരു പ്രോബ്ലം ഉണ്ട്, മുന്നോട്ട് കയറി വന്ന് ആഞ്ഞ് പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത് ചില ഓപ്പണിങ്സും കിട്ടും. ആ സമയത്ത് ഇസ്രയേൽ പണി കൊടുത്ത പോലെ കൊടുക്കാനാണ് ജമഹലിൻ്റെ പ്ലാൻ. അതൊന്നെങ്കിൽ പഞ്ച് രൂപേണ ആയിരിക്കാം, ഇല്ലെങ്കിൽ റെസ്ലിങ്ങിലൂടെ. ജമഹലിൻ്റെ ഗ്രാപ്ലിംഗ് കൊള്ളാം, ഗ്രൗണ്ട് വർക്ക് കൊള്ളാം, അലക്സിനതില്ല. പക്ഷേ ഇതിൻ്റെ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സിൻ്റെ ഒരു ഒറ്റ ഷോട്ട് കിട്ടിയാൽ മതി, താങ്ങത്തില്ല. കാരണം ഇപ്പോൾ പറയപ്പെടുന്നത് എൻഗാനുവിനെക്കാട്ടിലും പഞ്ചിങ് പവർ ഉള്ളത് അലക്സിൽ നിന്നാണ് ഇപ്പോൾ പുതിയൊരു റൂമർ കേൾക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ജമഹൽ താങ്ങത്തില്ല. കളി ഭീകരമാണ് മക്കളെ.